വിവരവിനിമയ രംഗത്താകെ വൻ വിപ്ലവത്തിന് നാന്ദി കുറിച്ച 90കളുടെ മധ്യകാലഘട്ടം. ഇരുമ്പ് പൈപ്പിൽ കെട്ടിയുയർത്തിയ അലൂമിനിയത്തിന്റെ ആന്റിനയിലൂടെ എത്തുന്ന തരംഗങ്ങൾ വഴി മാത്രം ലോകക്കാഴ്ച കണ്ടിരുന്ന നമ്മൾക്ക് മുന്നിലേക്ക് വിശാലമായ ദൃശ്യപ്രപഞ്ചമൊരുക്കി ഡിഷ് ആന്റിനകളും കേബിൾ ശൃംഖലകളും പതിയെ കടന്നു വരികയായിരുന്നു. ആ നാളുകളിൽ ഒണാട്ടുകരയുടെ നഗര നാട്ടിൻപുറങ്ങളും മാറി ചിന്തിച്ചു തുടങ്ങി. ദീർഘദൃശ്യകളും സാങ്കേതിക അവബോധമുള്ളവരുമായ സംരംഭകർ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് വന്നു. 1993 ആയപ്പോഴേക്കും ഓരോ പ്രദേശങ്ങളിലും തങ്ങളുടേതായ ചെറുകിട നെറ്റ്വർക്കുകളുമായി ഒണാട്ടുകര ദേശത്തും കേബിൾ TV ഓപ്പറേറ്റർമാർ സജീവമായി. കായംകുളം നഗരത്തിൽ പ്രതാങ്കമൂട് കേന്ദ്രീകരിച്ച് സിറ്റി കേബിൾ TV നെറ്റ്വർക്ക് എന്ന പേരിലും, കായംകുളം റെയിൽവേ ഓവർബ്രിഡ്ജിന് കിഴക്ക് വശം കേന്ദ്രീകരിച്ച് ദൃശ്യ കേബിൾ TV നെറ്റ്വർക്ക് എന്ന പേരിലും ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മ രൂപപ്പെട്ട് ജനങ്ങൾക്ക് സേവനം നൽകി തുടങ്ങിയിരുന്നു. 2000 ആണ്ടായപ്പോഴേക്കും കേബിൾ TV പ്രസ്ഥാനത്തിന് നാട്ടിൽ ഉറച്ച ചുവടുകളുണ്ടായി. മധ്യ തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലേക്ക് എഴുതി ചേർക്കപ്പെട്ട ആ വലിയ കൂടിച്ചേരൽ സാധ്യമായതും ആ വർഷമാണ്. കായംകുളമെന്ന സുവർണമുദ്രകളാൽ അലങ്കൃതമായ ദേശത്ത് അങ്ങനെ ഒരു മഹാപ്രസ്ഥാനം പിറവികൊണ്ടു. ഒണാട്ടുകരയുടെ ശബ്ദവും കാഴ്ചയും വികാരവുമായ സിഡി നെറ്റ്. സിറ്റിയും ദൃശ്യവും ഊടും പാവും ആദ്യാക്ഷരങ്ങളുടെ ചൈതന്യവും നൽകി ഒന്നായി സിഡി നെറ്റായപ്പോൾ ദേശത്തിന്റെ വിവര വിജ്ഞാന വിനോദ വിനിമയ രംഗത്ത് അതൊരു വലിയ പ്രയാണത്തിന്റെ ശിലാന്യാസം കൂടിയായി. ദൂരദർശനും മറ്റേതാനും ചാനലുകളും മാത്രം കണ്ടിരുന്ന സാമാന്യ ജനത്തിനു മുന്നിലേക്ക് വിശാലമായ ലോകത്തിന്റെ കാഴ്ചകൾ നാട്ടിൻപുറത്തും നഗരങ്ങളിലും നാഡീഞരമ്പുകളെ പോലെ സിഡി നെറ്റ് വിന്യസിച്ച കേബിൾ ശൃംഖലകൾ വഴി വന്നു തുടങ്ങി. ദേശാതിർത്തികൾ അലിഞ്ഞില്ലാതായ ഒരു വിവര വിജ്ഞാന വിനോദ പ്രവാഹമായിരുന്നു ഒണാട്ടുകരയിലെ സ്വീകരണ മുറിയിലേക്ക് അണമുറിയാതെ എത്തിയത്. 2000 ആണ്ടിന്റെ ആദ്യ വത്സരങ്ങളിൽ തന്നെ നാട്ടിലെ അവിഭാജ്യ പ്രസ്ഥാനമായി സിഡി നെറ്റ് പേരെടുത്തു കഴിഞ്ഞിരുന്നു. മധ്യ തിരുവിതാംകൂറിലെ പ്രധാന നഗരമായ കായംകുളം ആസ്ഥാനമാക്കി തുടങ്ങിയ സിഡി നെറ്റ് പരിസര പ്രദേശങ്ങളെല്ലാം പിന്നിട്ട് ക്രമേണ മാന്നാർ, ആറാട്ടുപുഴ, ദേവികുളങ്ങര, ചാരുമൂട് തുടങ്ങിയ നാനാദിശകളിലേക്കും സമീപ മേഖലകളിലേക്കും പടർന്നു പന്തലിച്ചു. ജനപ്രിയ ചാനലുകൾക്കൊപ്പം നാട്ടിലെ വിശേഷങ്ങളും ടെലിവിഷൻ സെറ്റുകളിലേക്ക് എത്തിത്തുടങ്ങിയതോടെ പ്രാദേശിക ചാനൽ എന്ന നിലയിലേക്ക് സിഡി നെറ്റ് ഉയർന്നു. ഒണാട്ടുകരയുടെ മഹോത്സവമായ ചെട്ടിക്കുളങ്ങര കുംഭഭരണി കെട്ടുകാഴ്ച തത്സമയം സംപ്രേക്ഷണം ചെയ്തു തുടങ്ങിയതോടെ വിസ്മയക്കാഴ്ചകളുടെ വൈവിധ്യത്തിനും സിഡി നെറ്റ് എന്നത് വിളിപ്പേരായി. 2004 ഓഗസ്റ്റ് മാസം സിഡി നെറ്റിന്റെ വിജയ ചരിത്രത്തിൽ സുവർണലിപികളാൽ ആലേഖനം ചെയ്തിരിക്കുന്നു. ആ മാസം 17-നാണ് ജനകീയ പ്രശ്നങ്ങൾക്കും പ്രാദേശിക സംഭവങ്ങൾക്കും ആഘോഷങ്ങൾക്കും വിശേഷങ്ങൾക്കുമൊക്കെ വാർത്തകളുടെ ഭാഷ്യം നൽകിക്കൊണ്ട് സിഡി നെറ്റ് ന്യൂസ് പിറവിയെടുത്തത്. സിഡി നെറ്റ് വാർത്തകൾ സംപ്രേഷണം ചെയ്യുവാൻ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. ഈ വർഷത്തെ ഓണം അവിസ്മരണീയമാക്കിക്കൊണ്ട് ജനപ്രിയ കേബിൾ TV ശൃംഖലയായ സിഡി നെറ്റ് പ്രാദേശിക സംഭവങ്ങൾക്ക് വാർത്തയുടെ ഭാഷ്യം നൽകുന്നു. സിഡി നെറ്റിന്റെ വാർത്തകൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് സ്റ്റുഡിയോയിലെ ക്യാമറ സ്വിച്ച് ഓൺ ചെയ്തുകൊണ്ട് സാംസ്കാരിക നായകനും സാഹിത്യപോഷിണി ചീഫ് എഡിറ്ററുമായ ചുനക്കര ജനാർദ്ദനൻ നായർ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ആദ്യം ശനിയാഴ്ചകളിലും പിന്നീട് ശനി ബുധൻ ദിവസങ്ങളിലും തുടർന്ന് ദിവസേന 1, 2, 4 എന്നീ ക്രമത്തിലും വാർത്ത സംപ്രേഷണമുണ്ടായി. അധികൃതരുടെയോ അധികാര കേന്ദ്രങ്ങളുടെയോ അഴിമതിയും അനാസ്ഥയും അബലരോടുള്ള അവഗണനയുമൊക്കെ മുഖം നോക്കാതെയും പരിമിതികളുടെ പരിധിയിൽ പതറാതെയും ഒളിച്ചടക്കി ജനസമക്ഷത്തിലെത്തിക്കാൻ അന്നും ഇന്നും സിഡി നെറ്റ് ന്യൂസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. സിഡി നെറ്റ് ജനങ്ങളിലെത്തി തുടങ്ങി കൃത്യം 4 മാസമാകുമ്പോഴാണ് ആ ഡിസംബർ 26 എത്തുന്നത്. 2004 കുപ്രസിദ്ധമാക്കിയ ഒരു മഹാദുരന്തം, സുനാമി. ആറാട്ടുപുഴ, അഴീക്കൽ, തൃക്കുന്നപ്പുഴ,
തീരദേശങ്ങളെ ശ്മശാനഭൂമിക്ക് സമമാക്കിയ സുനാമി ദുരന്തത്തിന്റെ തത്സമയ ദൃശ്യങ്ങളടക്കം CDNet നിരന്തരം ജനങ്ങളിലെത്തിച്ചു. എന്നാൽ ഒരു മാധ്യമത്തിന്റെ കടമ മാത്രമല്ല ദുരന്തഭൂമിയിൽ CDNet നിർവഹിച്ചത്. ജീവകാരുണ്യ സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ചുമതല കൂടി നിറഞ്ഞ മനസ്സോടെ അങ്ങ് ഏറ്റെടുത്തു. ദുരിതബാധിതരുടെ ദൈന്യതയും ആവശ്യങ്ങളും പൊതുസമൂഹത്തിന്റെ മുന്നിലും അധികാര കേന്ദ്രങ്ങളിലും യഥാസമയം എത്തിക്കുവാൻ CDNet വാർത്താ ശൃംഖലയ്ക്ക് കഴിഞ്ഞു. ഒപ്പം ദുരന്തമുഖത്ത് സഹായം എത്തിക്കുന്നവർക്ക് സൗകര്യമൊരുക്കിയും സഹായനിധി രൂപീകരിച്ചും കടൽക്കലിയുടെ ഇരകളോടൊപ്പം താങ്ങായും തണലായും നിന്നു. സമാനമായ സാഹചര്യമായിരുന്നു 2018 പ്രളയകാലത്തും 2020 കോവിഡ് മഹാമാരിയുടെ നാളുകളിലുമുണ്ടായത്. നിസ്സഹായരുടെയും നിരാലംബരുടെയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ CDNet ഒരു സന്നദ്ധ പ്രവർത്തകന്റെ തികവോടെയാണ് കണ്ണീരൊപ്പാൻ നിന്നിട്ടുള്ളത്. 2000 ആണ്ടിന്റെ രണ്ടാം ദശകം മധ്യപാദത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 2014-15 കാലത്ത് വലിയ മാറ്റങ്ങളുടെ അരങ്ങായി കേരളത്തിൽ കേബിൾ TV പരിവർത്തനപ്പെട്ടു. ഇന്റർനെറ്റിന്റെ സാർവത്രിക സ്വീകാര്യത ആ മാറ്റത്തിന് ചാലകശേഷിയേകിയിരുന്നു. കൂടുതൽ ചാനലുകളും മൂല്യാധിഷ്ഠിത സേവനങ്ങളും കേബിൾ TV ശൃംഖലകൾ വഴി പൊതുജന സമക്ഷം എത്തിക്കാൻ തുടങ്ങി. ഒപ്പം കേബിൾ TV മേഖലയിലേക്ക് ആഗോളവൽക്കരണത്തിന്റെ മറപറ്റി വിദേശി സ്വദേശി കുത്തക ഭീമന്മാർ കടന്നുവന്ന് ആധിപത്യമുറപ്പിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്ന കാലം. എന്നാൽ ഈ അധിനിവേശത്തിനെതിരെ പ്രാദേശിക ചെറുകിട നെറ്റ്വർക്കുകൾ കൂട്ടായ്മയിലൂടെ ബദൽ രൂപപ്പെടുത്തിയതിൻ്റെ മറ്റൊരു കേരള മോഡലായി കേരള വിഷൻ എന്ന പ്രസ്ഥാനം ശക്തിപ്പെട്ട കാലവുമായി അത്. ഈ ഘട്ടത്തിൽ CDNetഉം വികാസത്തിന്റെ നാൾവഴികളിലൂടെ യാത്ര തുടരുകയായിരുന്നു. പ്രസ്ഥാനത്തിന്റെ സംരംഭക വിധാനവും കൂടുതൽ വിശാലമായി. 1993 നിന്നും 2017 എത്തുമ്പോൾ വലിയ പരിണാമത്തിന്റെ സുപ്രധാന ഘട്ടത്തിലേക്കാണ് CDNet എത്തിയത്. 75ഓളം ഓഹരി ഉടമകൾ ഒത്തുചേർന്ന് CDNet വളർച്ചയുടെ നിർണായക ചുവടുവെപ്പാണ് ആ ഘട്ടത്തെ അനുസ്മരണീയമാക്കുന്നത്. CDNet കായംകുളം CDNet പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കൂട്ടുടമ സ്ഥാപനമായി പുനരുദ്ധരിക്കപ്പെടുകയായിരുന്നു. കേബിൾ TV രംഗത്ത് ഇന്റർനെറ്റ് സേവനദാതാവ് എന്ന നിലയിലും സൈബർ അധിഷ്ഠിത വാർത്താ വിനോദ രംഗത്ത് ഉത്തരവാദപ്പെട്ട സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോം എന്ന നിലയിൽ CDNetന് തുടർക്കാലം വളർച്ചയുടെയും ഉയർച്ചയുടെയും മേടായി. ആ ജൈത്രയാത്രയിൽ കേരള വിഷന്റെ ഘടക കേന്ദ്രമെന്ന നിലയിലും ജനകീയ സേവന പന്ഥാവിൽ മുൻനിരയിൽ ഇടം നേടാനായി. ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് കണക്ഷൻ നൽകിയ കേബിൾ TV പ്രസ്ഥാനമായും ഏറ്റവും മികച്ച പ്രാദേശിക വാർത്താ മാധ്യമമായും എന്നിക്കൊടി പറത്തി മുന്നോട്ട് കുതിക്കുന്ന നിലയിലേക്ക് CDNet ഉയർന്നു. സാമൂഹിക പ്രതിബദ്ധതയോടെ ജനങ്ങൾക്ക് കൃത്യമായ സേവനം നൽകി 75ഓളം ഓപ്പറേറ്റർമാർ, സദാ സന്നദ്ധരായ 100-ലധികം സാങ്കേതിക ജീവനക്കാർ, ജനകീയ പ്രശ്നങ്ങൾ മുൻനിര ചാനലുകളെപ്പോലും വെല്ലുന്ന തരത്തിൽ ഏറ്റെടുത്ത് ജനാധിപത്യത്തിന്റെ ഉറപ്പുള്ള 4ാം തൂണായി നിന്ന് മാധ്യമധർമ്മം നിറവേറ്റുന്ന സുസജ്ജമായ വാർത്താ വിഭാഗം, പ്രൊഫഷണൽ ജേർണലിസ്റ്റുകൾ അടങ്ങുന്ന ടീം. ഇതിനെല്ലാം പുറമെ കാര്യനിർവഹണത്തിൽ വൈഭവം കൈമുതലാക്കി പ്രസ്ഥാനത്തെ നയിക്കുന്ന ഡയറക്ടേഴ്സ് മാനേജ്മെന്റ്, ഇവയെല്ലാം ഒത്തുചേർന്ന വളർച്ചയുടെ മഹാപ്രതീകമാണ് ഇവിടെ സമർപ്പിക്കാനൊരുങ്ങുന്ന ഈ മഹാസൗധം.